ഇന്ന് നമുക്ക് മുട്ടയും മുരിങ്ങയിലയും വെച്ചിട്ടുള്ള ഒരു കറി തയ്യാറാക്കാം. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വളരെ എളുപ്പം നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 1.25 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പിലും കൂടുതലുണ്ട്. ഒരു 1.25 കപ്പ് തേങ്ങ ഉണ്ടാവും. ഈ ഒരു തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. 2 വറ്റൽമുളക് ചേർത്താൽ മതി. ഞാനിവിടെ ചെറിയ ഉണ്ടമുളകായതുകൊണ്ട് ഒരു 5 മുളക് ചേർക്കുന്നുണ്ട്. അഥവാ നിങ്ങളടുത്ത് ഒരു മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ജീരകമാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ തേങ്ങ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ടയും മുരിങ്ങയിലയും വെച്ചിട്ടുള്ള കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പകുതി സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. ഈ ഒരു കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 2 കപ്പ് മുരിങ്ങയില നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കഴുകിയെടുത്ത മുരിങ്ങയില നമുക്കിതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാനിവിടെ മുരിങ്ങയിലയും സവാളയിലും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പം നോക്കിയിട്ട് ഒഴിക്കുക. ഈ ഒരു കറി കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാകുക. അപ്പം ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നോക്കിയിട്ട് വെള്ളം ഒഴിക്കാം. ഈ ഒരു വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് കറി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഈ ഒരു കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം കറി ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിളച്ച് വരുന്ന കറിയിലേക്കാണ് നമ്മളിനി മുട്ട ചേർക്കുന്നത്. ഞാനിവിടെ 2 മുട്ടയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് 3-4 മുട്ട വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മുട്ട നമുക്ക് തിളച്ച് വരുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു മുട്ട കറിയിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് ഇളക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറിയിൽ മുട്ട കഴിക്കാൻ കിട്ടില്ല. മുട്ട മുഴുവനും കറിയിൽ മിക്സായി പോകും. മുട്ട ഒഴിച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. മുട്ട നന്നായി വെന്തതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കിയാൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് മുട്ട കറിൻ്റെ ഒന്നിച്ച് കഴിക്കാൻ കിട്ടും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് അടച്ചു വെച്ച് മുട്ട വേവുന്നത് വരെ ഈ ഒരു കറിനെ തിളപ്പിച്ചെടുക്കാം. ഇപ്പം മുട്ടയെല്ലാം വെന്ത് കറിയൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മുട്ടയും മുരിങ്ങയിലയും ചേർത്തിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.